സോ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാൻ 4 കണക്ട് ചെയ്തിരുന്നു. നെറ്റ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. യൂട്യൂബ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ലോഡാകത്തില്ല, പിങ്ങും കിട്ടില്ല. ലോഡാവുന്നില്ല, പിങ്ങും ഇല്ല. പിങ്ങും ഇല്ല. സോ, ഇതെന്തുകൊണ്ടാണെന്നുള്ളത് കാട്ടിത്തരാം. ഓക്കെ, നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ്റർഫേസ് അപ്പാണ്, വാൻ അപ്പാണ്, സ്റ്റാറ്റിക് റൂട്ട് എല്ലാം ഉണ്ട്. എന്നിട്ടും കിട്ടുന്നില്ല. പക്ഷെ ലാൻ 1 നിന്ന് കിട്ടുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് വെച്ചാൽ ഇതിനാണ് പോളിസി. ഓക്കെ, പോളിസി ഇടുക എന്ന് പറയുന്നത്. പോളിസി ഒരു ഒബ്ജക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ IPv4 പോളിസി. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലാനിൽ നിന്ന്, അതായത് ലാനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഇതിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ലാൻ 1 മാത്രമേ ഉള്ളൂ. ലാൻ 1 മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് അപ്പോൾ നമ്മൾ ലാൻ 4 സ്പെസിഫൈ ചെയ്ത് തുടങ്ങാം. ഇപ്പം നെറ്റ് കിട്ടുന്നില്ല. നെറ്റ് മീൻസ് യൂട്യൂബിലേക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല. അത് ഉണ്ടാക്കാനായിട്ട് ക്രിയേറ്റ് ന്യൂ ഒരു പുതിയ പോളിസി നമ്മൾ ഉണ്ടാക്കുകയാണ് ലാൻ 4 വേണ്ടിയിട്ട്. നമ്മൾ കൊടുക്കുന്നത് ലാൻ 4 ടു വാൻ. അപ്പോൾ നമ്മൾക്ക് ലാൻ 4 നിന്ന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണം. അപ്പോൾ ലാൻ 4 നിന്ന് വാനിലേക്കുള്ള പോളിസി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനായിട്ട് ലാൻ 4 നിന്ന് വാൻ. അത് ഓർത്ത് വയ്ക്കുക. ഇതിനൊരു ലോജിക് ഉണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ഇത് ഓർത്ത് വയ്ക്കുക. ലാൻ 4 നിന്ന് വാൻ. ഓക്കെ, ഇൻകമിംഗ് ഇൻ്റർഫേസ് സെലക്ട് ചെയ്യുക. ഇൻകമിംഗ് എവിടെ നിന്നാണ് നമ്മൾ റിക്വസ്റ്റ് ഇടുന്നത്? നമ്മുടെ ലാപ്പിൽ നിന്ന്. ലാപ്പ് എവിടെ കണക്ട് ചെയ്തിരിക്കുന്നു? ലാനിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഏത് ലാനിൽ? ലാൻ 4ൽ. ഇങ്ങനെ ഐഡിയ വെച്ച് പോകാം. ലാൻ 4ൽ നിന്ന്. ഓക്കെ, ലാൻ 4ൽ നിന്ന് ഔട്ട് ഗോയിങ് ഇൻ്റർഫേസ്. റിക്വസ്റ്റ് ഇട്ടത് ഇൻകമിങ് ലാൻ 4. ഓക്കെ, ഇനി ഔട്ട് ഗോയിങ് എങ്ങോട്ടേക്കാണ് റിക്വസ്റ്റ് ഇട്ടേക്കുന്നത്? നമ്മൾ ഇൻ്റർനെറ്റിലേക്ക്. ഇൻ്റർനെറ്റ് എവിടെ നിന്ന് വരുന്നത്? വാൻ പോർട്ടിൽ. അപ്പോൾ വാൻ ലാൻ 4ൽ നിന്ന് വാനിലേക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ കണക്ഷൻ പറഞ്ഞു കൊടുത്തു. ഇനി എന്താണ് സോഴ്സ്? ലാൻ 4ൽ കണക്ട് ചെയ്തിരിക്കുന്ന സോഴ്സ് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ലാൻ 4ൽ കണക്ട് ചെയ്തിരിക്കുന്നത് ലാൻ 4ൻ്റെ അഡ്രസ്സ്. അതാണ് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്ന അഡ്രസ്സിനാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലാൻ 4ൻ്റെ അഡ്രസ്സ് 4 ഡോട്ട് വരുന്നത് കൊടുത്തു. ഇനി ഡെസ്റ്റിനേഷൻ ഇതേപോലെ തന്നെ ഏതൊക്കെ ഡെസ്റ്റിനേഷൻ, ഏതൊക്കെ അഡ്രസ്സുകളാണ് വേണ്ടുന്നത്? നമ്മൾ എല്ലാ അഡ്രസ്സും വേണമെന്ന് പറഞ്ഞു സ്പെസിഫൈ ചെയ്തു. ഓക്കെ, നമുക്കങ്ങനെ യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബ് അല്ലെങ്കിൽ പർട്ടിക്കുലർ അഡ്രസ്സില്ല, എല്ലാ നെറ്റ്വർക്കിലുള്ള എല്ലാം നമുക്ക് ആക്സസ് ചെയ്യണം. ഇൻ്റർനെറ്റ് പ്രോപ്പറായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുക. ഓക്കെ, അത് സ്പെസിഫൈ ചെയ്തു. ഇനി ഷെഡ്യൂള്. ഇവിടെയാണ് നമ്മൾ എന്തെങ്കിലും ഡിഫോൾട്ട് ഷെഡ്യൂളോ അല്ലെങ്കിൽ നെറ്റ്വർക്കിന് ഇത്ര ഒരു പീരീഡ് ഓഫ് ടൈം അങ്ങനെ കൊടുക്കുന്ന ഷെഡ്യൂളാണ് നമ്മൾ എല്ലായ്പ്പോഴും. ഇനി സർവീസാണ് അടുത്തത്. സർവീസിൽ കുറേ സർവീസുകളുണ്ട്. HTTPS സർവീസ് ഉണ്ട്, HTTP സർവീസ് ഉണ്ട്, FTP, TFTP, ദെൻ സർവീസുകൾ, SMTP സർവീസുകൾ, NTP സർവീസ്, പിങ് സർവീസ്, ഇതൊക്കെ സർവീസുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാ സർവീസും വേണമെന്ന് കൊടുക്കുക, സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സർവീസ് കൊടുത്തു, താഴത്തേക്ക് വന്നു. ബാക്കിയൊന്നും നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പം ഇത് വന്നു. ഓൾറെഡി ഇതൊരു ചെറിയ ഡാറ്റ എടുത്തു. ഓക്കെ, ഇൻ്റർനെറ്റ് ഉണ്ടാവാനായിട്ട്. ഓക്കെ, നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് റീഫ്രഷ് ചെയ്യേണ്ട അതിന് ഒരു നെറ്റ് വന്നു എനിക്ക്. ഓക്കെ, ഇനി പിങ് നോക്കാം. നേരത്തെ കൊടുത്ത് പിങ് ടൈം ഔട്ട് ആയിരുന്നു. പിങ് നോക്കാം. ഇപ്പം നമുക്ക് പിങ് കിട്ടിയതുണ്ടോ? ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് കണ്ടോ, ബൈറ്റ് കൂടുന്നത്? ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം, ഇതിനർത്ഥം. ഓക്കെ, ബൈറ്റ് കൂടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് പോളിസി. ലാൻ 4ൽ നിന്ന് വാനിലേക്കുള്ള റിക്വസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തു. ഇതില്ലെങ്കിൽ നമ്മളവിടെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണെങ്കിലും ഡിവൈസ് കണക്റ്റഡ് ആണെങ്കിലും ഇൻ്റർനെറ്റ് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഇൻ്റർനെറ്റ് കിട്ടണമെങ്കിൽ ഇത് എനേബിൾ ചെയ്തിരിക്കണം. ഈ ഒരു പോളിസി ഇട്ടാൽ മാത്രമാണ് ഇൻ്റർനെറ്റ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ലാൻ ലാൻ 4ൽ നിന്ന് വാനിലേക്കുള്ളതാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഇത് ഫ്ലോ. അപ്പോൾ നമ്മുടെ സോഴ്സ് ലാൻ 4 സ്പെസിഫൈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ലാൻ 4 ആണ് നമ്മുടെ ഇൻകമിംഗ് ഇൻ്റർഫേസ് ഫയർവാളിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ സ്പെസിഫൈ ആണ്. ലാൻ 4ലൂടെ വരുന്ന ഇത് റിക്വസ്റ്റ് വരുന്നത് ലാൻ 4ലൂടെയാണ്. നമ്മുടെ ഫയർവാളിൻ്റെ ലാൻ 4 എന്ന് പറയുന്ന പോർട്ടിലൂടെയാണ് വരുന്നത്. ഔട്ട് ഗോയിങ് ഈ റിക്വസ്റ്റിന് നമ്മൾ പറഞ്ഞു വിടേണ്ടത് വാൻ ത്രൂ ആണ്, ഇൻ്റർനെറ്റിലേക്കാണ് പറഞ്ഞു വിടേണ്ടത്. അപ്പോൾ വാൻ ത്രൂ ആണ് ഇൻ്റർനെറ്റ് വരുന്നത്.
അതിനുശേഷം സോഴ്സ് ലാൻ 4 വരുന്ന സോഴ്സ് ലാൻ 4ന്റെ അഡ്രസ്സാണ്. 4 നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഉള്ള ഈ അഡ്രസ്സിലൂടെ ചോദിച്ചു വരുന്നത്. അതായത് ഈ അഡ്രസ്സിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളിൽ നിന്നുള്ള നെറ്റ് മാത്രം എടുത്താൽ മതി. നമ്മൾ ഇതിൽ വിലാൻ എന്നൊരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ വിലാൻ സെപ്പറേറ്റ് ആയി ഈ ലാൻ 4ൽ തന്നെ 2, 3 അഡ്രസ്സുകൾ വരും. അപ്പോൾ അതിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ഏതൊക്കെ അഡ്രസ്സുകൾക്ക് ഇന്റർനെറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുത്തു ലാൻ 4ൽ അഡ്രസ്സുകൾക്കാണെന്നുള്ളത്. അതിനുശേഷം ഡെസ്റ്റിനേഷൻ വാനിലെ ഏതൊക്കെ ഇന്റർനെറ്റിൽ ഏതൊക്കെ പോർട്ടുകൾ ആക്സസ് ചെയ്യണം, മീൻസ് സൈറ്റുകൾ ആക്സസ് ചെയ്യണം, അതെല്ലാം ഇന്റർനെറ്റിൽ എന്തൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ എനിക്ക് ആക്സസ് ചെയ്യണം. അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഷെഡ്യൂള് നമ്മൾ എല്ലാ ദിവസവും ഷെഡ്യൂളുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ടൈമും കാര്യങ്ങളൊന്നുമില്ല. സർവീസ് എല്ലാ സർവീസുകളും എല്ലാ പ്രോട്ടോക്കോളും എല്ലാ സർവീസുകളും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു. റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർനെറ്റ് കിട്ടി. നമ്മുടെ വൺ ഇതിപ്പോൾ 1.81 ആണ്. നമ്മൾ എന്തേലും ഇപ്പോൾ പ്ലേ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഡാറ്റ ഈ 1.81 റീഫ്രഷ് ചെയ്യുമ്പോൾ മാറും. കണ്ടോ, നമ്മൾ അത്ര ഡാറ്റ യൂസ് ചെയ്തു. അതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ കൊണ്ടുവരാം. യൂട്യൂബ് ഡിസേബിൾ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ഒക്കെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അത് അടുത്ത വീഡിയോ സെഷനിൽ നോക്കാം.